പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കടബാധ്യതയിൽ സാമ്പത്തികമായ പരാധീനതയിലേക്ക് കഴിയുന്ന മക്കൾക്ക് വേണ്ടിയിട്ടുള്ള 7 ആഴ്ചകളിലെ ശുശ്രൂഷകളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ശക്തമായിട്ടുള്ള ശുശ്രൂഷകളാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിലും ശക്തമായിട്ട് ശരിക്കും തകർന്ന അവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് കുടുംബങ്ങൾ ഈ ദിവസങ്ങളിൽ വന്ന് അച്ഛാ പ്രാർത്ഥിക്കണം. ഞാൻ ആദ്യമൊക്കെ എങ്ങനെ അതൊക്കെ മീൻസ് അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. എങ്കിലും പ്രിയ സഹോദരങ്ങളെ, ശരിക്ക് ഈ ഇവിടെ മൂക്ക് വരെ മുങ്ങിപ്പോകുന്ന അവസ്ഥ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ അവസ്ഥയിൽ മക്കൾ വന്ന് പറയുമ്പോൾ ദൈവമേ ശരിക്കും ഭൗതിക കാര്യമാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ടെന്നൊക്കെ അപ്പോഴാണ് എനിക്ക് ശരിക്കും ഇങ്ങനെ ഓരോ മേഖലകൾക്ക് വേണ്ടി പറഞ്ഞു തുടങ്ങുമ്പോഴാണ് ഈ ജനതുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛാ പ്രാർത്ഥിക്കണം അച്ഛാ, ഞങ്ങളുടെ അവസ്ഥ ഇതാണെന്നൊക്കെ പറഞ്ഞവർ വിവരിക്കും. അപ്പോൾ ദൈവമേ എന്നറിയാതെ ഞാൻ വിളിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഇതൊക്കെ ഇതിനു വേണ്ടി ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത് സഹോദരങ്ങളെ. ഒരു ഉന്നതമായൊരു ആത്മീയ ശൈലി അല്ലെങ്കിൽ പോലും ഒരുപാട് കുടുംബങ്ങളുടെ ശരിക്കും കണ്ണുനീരാണ്. പലിശ കൊടുക്കാനില്ല, ജപ്തി നോട്ടീസ്, സ്വസ്ഥതയില്ല, സമാധാനമില്ല, രോഗമാണ്, ചികിത്സിക്കാൻ പണമില്ല. അങ്ങനത്തെ അവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളെ അച്ഛനറിയാം. നിങ്ങൾ കുഞ്ഞേ ഒരു നിയോഗമാണെങ്കിലും അതിന് വില കുറച്ച് നിങ്ങൾ കാണരുത് കേട്ടോ. ഹല്ലേലൂയ. പിന്നെ നോക്കിയേ, അടുത്ത വ്യാഴാഴ്ച 13-ാം തീയതി തുടങ്ങി. 13-ാം തീയതി വിശുദ്ധ അന്തോണിസിൻ്റെ തിരുനാളാണ്. 13-ാം തീയതി തുടങ്ങി നമ്മുടെ ധ്യാനം ആരംഭിക്കുകയാണ്. ഈ ധ്യാനത്തിൽ എന്ത് സംഭവം എന്നറിയാമോ? അത് യെശയ്യാ പ്രവചനം 65:17. ഇതാ ഞാൻ പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും സൃഷ്ടിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇത് യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണെന്ന് അറിയാമല്ലോ. അതായത് നമ്മുടെ യേശു പുതിയ ആകാശം പുതിയ ഭൂമി, അതായത് നമ്മളുടെ ജീവിതത്തിലെ പ്രിയ സഹോദരങ്ങളെ ഒരു പുതിയ ജീവിതം നൽകാൻ നമ്മുടെ കർത്താവായ യേശുവിനെ പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രിയ സഹോദരങ്ങൾ താമസിച്ച് ധ്യാനം കൂടിയ ജീവിതങ്ങളിൽ കർത്താവ് അത്ഭുതകരമായ വിധത്തിൽ, നിസ്സാരമായ രീതിയിൽ അത്ഭുതകരമായ വിധത്തിലാണ് മനസ്സിൻ്റെ ഭാരങ്ങൾ എടുത്തു മാറ്റി കർത്താവ് വലിയൊരു വിടുതലിൻ്റെ അഭിഷേകം നൽകിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു അടുത്ത നമ്മുടെ താമസിച്ചുള്ള ധ്യാനം 13-ാം തീയതി ആരംഭിക്കുന്ന ഈ ധ്യാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഒരു അഭിഷേകമായിരിക്കും. കഴിഞ്ഞത് ഓർക്കാതിരിക്കത്തക്ക വിധത്തിൽ ഒരഭിഷേകം കർത്താവ് നിങ്ങളിലേക്ക് പകരും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങൾ, അതുപോലെ തന്നെ ഇന്ന് നമ്മളുടെ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഷെറിൻജീസിന് വേണ്ടി നമ്മളൊന്ന് ബലിയർപ്പിച്ചു. ആദ്യത്തെ സിസ്റ്റർ വന്നതിന് ശേഷം ആദ്യത്തെ വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഇന്നേ ദിവസം നമ്മൾ സിസ്റ്ററിന് വേണ്ടി കൂടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കും കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഇത് കാണുന്ന ഓരോ മകനെ ഓരോ മകളെ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, വചനത്തിൻ്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.